ഹായ് ഹലോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കുന്നത്. ചട്ടിയുടെ ഭംഗിയൊന്നും നോക്കി നിങ്ങൾ സ്കിപ്പ് അടിക്കാനൊന്നും പോകണ്ട. ചട്ടിയല്ലേ, വീട്ടിലെ ചട്ടി ഇങ്ങനെയൊക്കെ ഇരിക്കും. പക്ഷേ റെസിപ്പി സൂപ്പറാണ്. എണ്ണ വീഴ്ത്തി അതിലോട്ട്, എണ്ണ എന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് തരുന്നത്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഏതോ ഒരു എണ്ണയാണ് വീഴ്ത്തിയേക്കുന്നത്. അത് കഴിഞ്ഞ് കടുകും നമ്മുടെ ഉലുവ, പിന്നെ എന്താ കറിവേപ്പില, വറ്റൽമുളക് ഇടാമേ. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. പിന്നെ നിങ്ങൾ ഈ കണ്ടായിരുന്നോ, ഈ കടുക് നമ്മൾ ഈ റാഗിയുടെ പോലെയൊക്കെ അല്ലേ, നമ്മൾ എന്താ പറയുക, കൂരവെന്നൊക്കെയാണ് നമ്മൾ പറയുക, പഞ്ഞിപ്പുല്ലെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയും കേട്ടോ. അതുപോലെ ഇരിപ്പില്ല. അത് കഴിഞ്ഞ് തക്കാളി ഇടുന്നു. തക്കാളിയും മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഏറ്റവും കൂടുതൽ ചേർക്കുന്നത് തക്കാളിയാണ്. പുളിക്ക് പകരം ഞാൻ പുളി ഉപയോഗിക്കുന്നുണ്ട്. പുളിയുടെ അളവ് കുറവും ശബ്ദം വരുന്നുണ്ട്, ഒന്ന് ക്ഷമിച്ചേക്കണേ. പുളിയുടെ അളവ് കുറവും തക്കാളിയുടെ എണ്ണം കൂടുതലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പിൽ ഉപ്പും കൂടെ ഇട്ട് ഒന്ന് വഴറ്റി 2 മിനിറ്റോളം നമുക്ക് അടച്ചു വയ്ക്കാം. അതിനുശേഷം നമുക്ക് ജീരകം, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും കൂടെ നമുക്കൊന്ന് ചതച്ച് അതിലോട്ട് ചേർക്കാമേ. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്ന് നല്ല പോലെ ഈ തക്കാളി ഉടഞ്ഞ് വരണം, അതായത് നല്ല പോലെ വെന്ത് വരണം എന്നൊക്കെ പറയാം. ഇതിൻ്റെ കൂടുതൽ നമ്മുടെ കായവും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. കട്ടക്കായം ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഇട്ട് കൊടുക്കുക. നിങ്ങൾ പൊടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ആയാലും ഇട്ട് കൊടുക്കാമെന്നുള്ള വേറെ പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ ഇതേ കണ്ടോ, കുരുമുളകും എടുത്ത് ഒന്ന് ചതച്ച് നല്ല ഫ്രഷായിട്ട് ഇങ്ങനെ ചതച്ചിടുമ്പോഴാണ് ശരിക്കും ടേസ്റ്റ് വരുന്നത്. നമുക്ക് തൊണ്ടയ്ക്കൊക്കെ എന്തെങ്കിലും പ്രശ്നമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രസം സൂപ്പറാണ്. അപ്പോൾ നല്ലപോലെ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. വേവാത്തതിനൊക്കെ ഞാൻ നല്ലപോലെ ഉടച്ചു കൊടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ തക്കാളി ഇതിൽ നല്ലപോലെ വെന്ത് വരണം. ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാമേ. പ്രത്യേകിച്ച് ഒരുപാട് മുളക് പൊടി ഞാൻ ഇവിടെ ചേർക്കുന്നത്, ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. മുളക് പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ പച്ചമുളക് ചതച്ച് ചേർത്തിട്ടുണ്ട്, വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്, കുരുമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എരിവ് അതനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കളറില്ലാത്ത പോലെയൊക്കെ തോന്നും, അത് എൻ്റെ ക്യാമറയുടെ പ്രശ്നമാണേ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് വഴറ്റിയതിന് ശേഷം എണ്ണ തെളിയുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് വെക്കാം. എണ്ണ തെളിഞ്ഞ് വരുമ്പോഴാണ് ശരിക്കും നമ്മുടെ രസത്തിന് നല്ലൊരു ടേസ്റ്റ്. രസത്തിന് മാത്രമൊന്നല്ല കേട്ടോ, എല്ലാ കറികൾക്കും അതാണ്. അപ്പോൾ അത് നോക്കി ഞാൻ രസത്തിന് വീഴ്ത്താൻ വേണ്ടിയിട്ട് പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ നല്ല പോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഒരു പരിപാടിയില്ല, നമ്മുടെ പുളി പിഴിഞ്ഞ് ഇതിലോട്ടങ്ങ് വീഴ്ത്തി കൊടുക്കാവേ. അപ്പം പുളി നല്ലപോലെ പിഴിഞ്ഞിട്ട് അതാ വീഴ്ത്തുന്നുണ്ട്. ഇതേ അളവിന് ഞാൻ ഈ എടുക്കുന്ന പാത്രത്തിൽ എത്രയാണോ പുളിയുടെ വെള്ളം ചേർക്കുന്നത് അതേപോലെ തന്നെ വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇവനെ ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ നോക്കട്ടെ, എൻ്റെ തവിയിലൊക്കെ കായം നല്ലപോലെ അലിഞ്ഞ് വന്നിട്ടില്ല. അപ്പോൾ ഈ നമ്മൾ തിളയ്ക്കുന്ന സമയത്തിനനുസരിച്ച് ഈ കായമൊക്കെ നല്ലപോലെ വരും കേട്ടോ. അതാ എണ്ണയൊക്കെ തെളിഞ്ഞ് ഇതേ മുകളിലോട്ട് നിൽപ്പുണ്ടേ. ഒന്ന് തിളപ്പിക്കാൻ വെക്കാമേ. നമുക്ക് ഈ സമയത്ത് ഉപ്പ് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിളച്ചതിന് ശേഷം നമുക്ക് കുറച്ചിട്ടിട്ട് ഒന്ന് അടച്ച് വെക്കാം. കാരണം വെച്ചാൽ ഇതിൻ്റെ നമ്മൾ കായമൊക്കെ ഇങ്ങനെ കട്ടക്കായമല്ലേ ചേർക്കുന്നത്. അപ്പോൾ ഒന്ന് ചെറിയൊരു സമയത്തിന് വേണ്ടി വരും. ഇത് അടച്ച് വെച്ച് നോക്കിയാൽ നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് സൂപ്പറായിട്ടുണ്ട് നമ്മളെ രസം. അതുപോലെ തന്നെ ലാസ്റ്റ് ഇടാൻ വേണ്ടി ഞാൻ ഒരു പാത്രത്തിലോട്ട് കുറച്ച് നമ്മൾ എന്താ പറയുക മല്ലിയില വെച്ചിട്ടുണ്ട്. ആ മല്ലിയില അവിടെ പുറത്തേക്കാണ് നമ്മുടെ ഈ രസം വീഴുന്നത്. ഞാൻ ഈ കൊണ്ട് നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കാരണം ഇതിൻ്റെ കളറ് നല്ല കളറുണ്ട്, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടൊന്നും ആ കളർ അതിന് ശരിക്കും അങ്ങോട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.